പയ്യന്നൂരിൽ ശ്രുതം പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പോത്താങ്കണ്ടം ആനന്ദഭവനം നടത്തിവരുന്ന ഈ വർഷത്തെ ശ്രുതം പ്രഭാഷണ പരമ്പരയ്ക്ക് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് പി സന്തോഷ്, ഡോക്ടർ വി എം സന്തോഷ്, സി എം വിനയചന്ദ്രൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി എത്തി. പ്രഭാഷണ കല അത്രത്തോളം പ്രധാനമാണ് എന്ന് നമ്മളിൽ പലരും വിചാരിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മളിന്ന് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന നമ്മുടെ ഒരവയവമാണ് കാതുകൾ, ചെവി എന്നുള്ളത്. ഏഴാശ്ശേരിയുടെ ഒരു കവിതയുടെ പേര് കണ്ണും വിരലും മാത്രം എന്നാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ദ്രിയം കണ്ണാണ്. കാഴ്ചകളുടെ ഒരു കാലമാണിത്. പണ്ട് കാലത്ത് പാട്ടുകൾ കേൾക്കുന്നൊരനുഭവം നമുക്കുണ്ടായിരുന്നു റേഡിയോയിലൂടെ. ഇന്ന് പാട്ടുകൾ പോലും കാണുന്ന സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിരൽ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഒന്നുകിൽ മൗസിൽ ക്ലിക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ റിമോട്ടിൽ പ്രസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഫോണിൽ ടച്ച് ചെയ്യാനാണ്. ഇങ്ങനെ കണ്ണും വിരലും മാത്രം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ തിരക്ക് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാതുകളിലൂടെ ജീവിതത്തെ കൂടുതൽ വെളിച്ചമുള്ളതാക്കി മാറ്റാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടൽ എന്ന നിലയിലാണ് പ്രഭാഷണ പരമ്പരയെ നമ്മൾ കാണേണ്ടത്. പ്രമുഖരായിട്ടുള്ള ആളുകളെ, വിഷ്വൽ മീഡിയയിൽ കാഴ്ചകളിൽ കണ്ടിട്ടുള്ള ആളുകളെ നേരിട്ട് കേൾക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ഒരു പ്രഭാഷണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് പോത്താങ്കണ്ടം ആശ്രമമാണ്, സ്വാമിയാണ്. അദ്ദേഹത്തിന് ഒരു നന്ദി പറയുക എന്നതൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം എങ്ങനെയാണ് നമ്മുടെ ലൗകിക ജീവിതത്തെ കുറേ കൂടി മെച്ചപ്പെട്ടതാക്കാം. അത് സംഗീതമുണ്ട്, താളവാദ്യങ്ങളുണ്ട്, നമ്മളറിവുകളെ സമ്പുഷ്ടമാക്കുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളുണ്ട്. അതൊക്കെ അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ലൗകിക ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയവും ഭൗതികമായ ഇടപെടലുകളാണ് സ്വാമിജി നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നത് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുന്ന നമ്മൾ തീർച്ചയായും ഈ ഒരു പരിപാടി വലിയൊരു ചുവടുവെപ്പാണ്. ഇതിൻ്റെ സംഘാടകരായ സ്വാമിജിയെയും ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭ്യർത്ഥി. ഇതൊക്കെ ഒരർത്ഥത്തിൽ നമ്മൾ പറയുന്ന ഒരു ആത്മീയ പ്രവർത്തനം തന്നെയാണ്. ആത്മീയത എന്നുള്ളതിന് നമുക്കറിയാം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, പല കാലഘട്ടങ്ങളിലും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും അതുവഴി മനസ്സിലുള്ള നന്മയെ പുറത്തെടുക്കാൻ സാധിക്കുകയും ഒരു തരത്തിലുള്ള റിഫൈൻമെൻറ്റ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളാണ്. ആ അർത്ഥത്തിൽ ചില ലൗകികമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി നമ്മുടെ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ ഒരു സന്യാസം എന്നുള്ള രീതിയിൽ ഒക്കെ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാ തരത്തിലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ച് നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെ റിഫൈൻ ചെയ്തെടുക്കുന്നതാണ്. പലപ്പോഴും ഇന്ന് നമുക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യവും അതുതന്നെയാണ് എന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ നോട്ടീസ് കണ്ടിട്ടുണ്ടാവും. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരമ്പരയുടെ പേര് ശ്രുതം എന്നാണ്, അല്ലേ? ശ്രുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹേർഡ്, എന്താണോ കേട്ടറിവ്, കേൾക്കുന്നതാണ് ശ്രുതം, അല്ലേ? അപ്പോൾ ലിഖിതമായതിനേക്കാൾ ഉന്നതമായ എന്തോ ഒരു ജ്ഞാനം കേൾവിയിലൂടെ സിദ്ധിച്ചിട്ടുണ്ട്. ആദ്യ ദിനം വി എം ശ്രീകാന്ത് പ്രഭാഷണം നടത്തി. ഒക്ടോബർ 12-ന് ഡോക്ടർ രാജു നാരായണസ്വാമി പ്രഭാഷണം നടത്തും. 13-ന് CRPF റിട്ടയർഡ് DIG KV വേണുഗോപാലനും 14-ന് ചിന്മയ മിഷനിലെ സ്വാമി വിവിക്താനന്ദ സരസ്വതിയും 15-ന് നിയമജ്ഞൻ ബൈജുനാഥ് കക്കാടത്തും
16-ന് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും 17-ന് റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗും 18-ന് കേണൽ RG നായരും പ്രഭാഷണം നടത്തും. സമാപന ദിവസമായ 19-ന് പോലീസ് മേധാവി S. ശ്രീജിത്തും 8 മണിക്ക് മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദനും പ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.